ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായ സുഖോയ് വിമാനങ്ങളുടെ കണ്ണുകെട്ടാൻ ഇനി ആർക്കും കഴിയില്ല. 258 വിമാനങ്ങൾക്കായി പുതിയൊരു അത്യാധുനിക അപ്ഗ്രേഡ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ 90കളിൽ റഷ്യൻ വ്യോമയാന മേഖല ഒന്നാകെ തകർന്നുപോകാതെ കാത്തുരക്ഷിച്ചത് ഈ സുഖോയ് കരാറാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചരിത്രം നോക്കാം. 1990കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ റഷ്യൻ സാമ്പത്തിക രംഗം ആകെ താറുമാറായി. സൈനിക ഫാക്ടറികൾ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. പണമില്ലാത്തതിനാൽ പുതിയ വിമാനങ്ങൾ വാങ്ങാൻ റഷ്യൻ സൈന്യത്തിനും കഴിഞ്ഞില്ല. റഷ്യയുടെ അഭിമാനമായിരുന്ന സുഖോയ് കമ്പനി പോലും വലിയൊരു തകർച്ചയെയാണ് അന്ന് നേരിട്ടത്. 1994ൽ സൈബീരിയയിലെ ഇർകുട്സ്ക് പ്ലാന്റ് സന്ദർശിച്ച് ഇന്ത്യൻ പ്രതിനിധി സംഘം സുഖോയ് വിമാനങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞു. 1996ൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ $146 കോടി ചരിത്രപരമായ കരാർ ഒപ്പുവച്ചു. 50 വിമാനങ്ങൾക്കായുള്ള ഈ ഓർഡർ തകർന്നു പോകുമായിരുന്ന റഷ്യൻ വ്യോമയാന വ്യവസായത്തിന് ലഭിച്ച ഏറ്റവും വലിയ ലൈഫ് ലൈനായിരുന്നു. ഇന്ത്യ വാങ്ങിയത് റഷ്യയുടെ ഒരു സാധാരണ മോഡലല്ല. റഷ്യൻ കരുത്തും ഫ്രഞ്ച് ഇസ്രയേൽ സാങ്കേതികവിദ്യയും ഇന്ത്യൻ സോഫ്റ്റ്വെയറും ചേർന്ന ഒരു അപൂർവ മിശ്രിതമാണ് Su-30 MKI. 2004 മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ഈ വിമാനം പിന്നീട് HAL ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും തുടങ്ങി. ഇന്ന് ഇന്ത്യയുടെ ആകാശക്കരുത്തിന്റെ പകുതിയിലധികവും ഈ വിമാനങ്ങളാണ്. ഇപ്പോൾ ഈ 258 വിമാനങ്ങൾക്കും ഇന്ത്യ പുതിയൊരു ആന്റി ജാമിംഗ് GPS ആന്റിന ഘടിപ്പിക്കുകയാണ്. യുദ്ധസമയത്ത് ശത്രുക്കൾ സിഗ്നലുകൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ സ്വന്തം നാവിക് സംവിധാനം ഉപയോഗിച്ച് സുഖോയ്ക്ക് വഴി തെറ്റാതെ ലക്ഷ്യം കാണാം. ശബ്ദത്തേക്കാൾ 1.5 മടങ്ങ് വേഗത്തിൽ പറക്കുമ്പോഴും ഈ ആന്റിന കൃത്യമായി പ്രവർത്തിക്കും. ഒരു കാലത്ത് റഷ്യയെ സഹായിച്ച ഇന്ത്യ ഇന്ന് അതേ വിമാനങ്ങളെ ലോകത്തിലെ ഏറ്റവും മികച്ച പോരാളികളായി മാറ്റുകയാണ്. ഇന്ത്യൻ സാങ്കേതിക വിദ്യ കൂടി ചേരുന്നതോടെ സുഖോയ് വിമാനങ്ങൾ ചൈനയ്ക്കും പാകിസ്ഥാനും കൂടുതൽ വലിയ പേടി സ്വപ്നമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആധികാരികമായ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.